ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നമുക്ക് നാരായണീയ പഠനം തുടരാം. നമ്മൾ 1ഉം 2ഉം ദശകം പഠിച്ചു കഴിഞ്ഞു. ഭഗവാന്റെ മഹാത്മ്യങ്ങളെ വർണ്ണിക്കുന്ന 1ാം ദശകവും ഭഗവാന്റെ സ്വരൂപത്തെ വർണ്ണിക്കുന്ന 2ാം ദശകവും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി 3ാം ദിവസത്തെ ഭജനയിലേക്ക് മേൽപ്പത്തൂർ കടക്കുകയാണ് കേട്ടോ. മേൽപ്പത്തൂരിന് വേദന കുറച്ചുകൂടി കൂടിക്കൂടി വരിക എന്നാണ് പറയണത്. 1ാമത്തെ ദിവസത്തേക്കാൾ അപേക്ഷിച്ച് കുറച്ചധികം വേദന വന്നുകൊണ്ടിരിക്കുകയാണ്. വാതരോഗം വന്നിരിക്കുകയാണല്ലോ. ഭക്തി സ്വരൂപ വർണ്ണനവും ഭക്തി പ്രാർത്ഥനയുമാണ് 3ാമത്തെ ദശകത്തിൽ. നമുക്കൊന്ന് ചൊല്ലാട്ടോ. അപ്പം നമ്മൾ ഓരോരുത്തരും ഇത് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് ചൊല്ലുമ്പോൾ നമ്മളൊക്കെ ഓരോ മേൽപ്പത്തൂരായി തീരുകയാണ്. നമുക്കും ഇതേ അവസ്ഥയാണല്ലോ. നമുക്കും അസുഖങ്ങളുണ്ട്, നമുക്ക് കഷ്ടപ്പാടുകളുണ്ട്. ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടണേ ഭഗവാനേ എന്നിങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മേൽപ്പത്തൂരിന് രോഗശാന്തി ഉണ്ടായതുപോലെ, മേൽപ്പത്തൂരിന് ആശ്വാസം കിട്ടിയതുപോലെ നമുക്കും അതുപോലെ കിട്ടണേ ഭഗവാൻ. എന്തായാലും തരാതിരിക്കില്ല എന്നാണ് ആ ഒരു ഇത് വച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാം നമുക്ക് കേട്ടോ. ചൊല്ലാം 1ാമത്തെ ശ്ലോകം. പഠന്തോ നാമാനി പ്രമദഭരസിന്ധോ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തെ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ദശകം 3. ഭക്തി സ്വരൂപ വർണ്ണനം, ഭക്തി പ്രാർത്ഥന. പഠന്തോ നാമാനി പ്രമദഭരസിന്ധോ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താഃ ത്വയി ഖലു രമന്തെ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. പഠന്തോ നാമാനി പ്രമദഭരസിന്ധോ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തെ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. പദച്ഛേദം. പഠന്തഃ, പഠന്തോ എന്നുള്ളത് പഠന്തഃ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ സ്മരന്തഃ രൂപം തേ വരദ കഥയന്തഃ ഗുണകഥാഃ ചരന്തഃ യേ ഭക്താഃ ത്വയി, ഭക്താഃ ത്വയി, ഭക്താസ്ത്വയി ഖലു രമന്തെ പരം അമൂൻ അഹം, പരമമൂനഹം, പരം അമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഒറ്റ വാക്കാണ്. ഓരോ വാക്കുകളുടെ അർത്ഥം നോക്കാട്ടോ. പഠന്തഃ, പഠന്തഃ എന്ന് വെച്ചാൽ പഠിക്കുന്നവർ എന്നർത്ഥം. പഠൻ പഠിക്കുന്നവൻ, പഠൻ പഠന്തൗ പഠന്തഃ എന്നാണ് ചൊല്ല. പഠൻ പഠിക്കുന്നവൻ, 2 പേരാണെങ്കിൽ പഠന്തൗ എന്ന് പറയും. കുറേ പേരാണെങ്കിൽ പഠന്തഃ ബഹുവചനാണ്. പഠിക്കുന്നവർ, ചൊല്ലുന്നവർ എന്നൊക്കെ അർത്ഥം. എന്ത് ചൊല്ലുന്നവർ? നാമാനി, നാമാനി പേരുകൾ, നാമങ്ങൾ. പിന്നെയോ പ്രമദഭരസിന്ധൗ നിപതിതാഃ. പ്രമദം, മദം എന്ന് വെച്ചാൽ സന്തോഷം കൊണ്ടുണ്ടാകുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് മദം എന്ന് പറയുക, സന്തോഷം.
പ്രമദം ഉത്കൃഷ്ടമായ മദം കൊണ്ട്, ഉത്കൃഷ്ടമായ സന്തോഷം കൊണ്ട്. ഭരം എന്ന് വെച്ചാൽ നിറഞ്ഞ എന്നർത്ഥം. ഉത്കൃഷ്ടമായ സന്തോഷം നിറഞ്ഞ. പ്രമദ ഭരം, ഉത്കൃഷ്ടമായ സന്തോഷം നിറഞ്ഞ. സിന്ധൗ സിന്ധുവിലെ, സമുദ്രത്തിൽ. പരമാനന്ദരസമാകുന്ന സിന്ധുവില്, പരമാനന്ദരസമാകുന്ന സിന്ധുവില്. നിപതിതാഹ, നിപതിച്ചവർ, സമുദ്രത്തിൽ വീണു, മുങ്ങിയവർ എന്നൊക്കെ അർത്ഥം. സമുദ്രത്തിൽ വീഴാന്ന് വെച്ചാൽ അപകട സമുദ്രമല്ല, പരമാനന്ദ സമുദ്രത്തിലാണ് മുങ്ങിയിരിക്കുന്നത്, നിപതിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവരും. പിന്നെ സ്മരന്തഃ, സ്മരിക്കുന്നവർ. സ്മരൻ ഒരാളാണെങ്കിൽ സ്മരൻ എന്ന് പറയും, സ്മരിക്കുന്നവൻ. സ്മരന്തൗ, 2 പേർ, സ്മരിക്കുന്നവർ. സ്മരന്തഃ ബഹുവചനാണ്. സ്മരന്തഃ, സ്മരിക്കുന്നവർ. സ്മരിക്കാൻ ധ്യാനിക്കുന്നവർ എന്നർത്ഥം. രൂപം, രൂപത്തെ, അങ്ങയുടെ സ്വരൂപത്തെ. സ്മരന്തഃ, സ്മരിക്കുന്നവർ, ധ്യാനിക്കുന്നവർ എന്നർത്ഥം. തേ, നിന്റെ, അങ്ങയുടെ. രൂപം, അങ്ങയുടെ രൂപത്തെ ധ്യാനിക്കുന്നവരും. പിന്നെയുണ്ട് കഥയന്തോ ഗുണകഥാഹ. കഥയന്തഃ, കഥനം ചെയ്യുന്നവർ, പറയുന്നവർ. എന്ത് പറയുന്നവരാണ്? ഗുണകഥാഹ, അങ്ങയുടെ ഗുണങ്ങളും കഥകളുമൊക്കെ പറയുന്നവരും ആയ. പിന്നെയും പറയുന്നുണ്ട് ചരന്തോ യേ ഭക്താഹ ത്വയി. യേ ഭക്താഹ, യാതൊരു ഭക്തന്മാരാണോ അങ്ങയുടെ നാമങ്ങൾ പാടിക്കൊണ്ടും അങ്ങയുടെ രൂപം ധ്യാനിച്ചുകൊണ്ടും അങ്ങയുടെ ഗുണങ്ങളും കഥകളൊക്കെ പറഞ്ഞുകൊണ്ടും അതുപോലെ പരമാനന്ദ സമുദ്രത്തിൽ ആറാടിക്കൊണ്ടും. ചരന്തഃ, സഞ്ചരിക്കുന്നവരായ. യേ ഭക്താഹ, യാതൊരു ഭക്തന്മാരാണോ. ത്വയി ഖലു രമന്തേ പരം, അവര് ത്വയി, നിന്നിൽ, അങ്ങയിൽ. രമന്തേ ഖലു, രമിക്കുന്നുവല്ലോ. ഖലു എന്ന് വെച്ചാൽ ആണല്ലോ എന്നർത്ഥം. പരം, പരം ഏറ്റവും അധികം. രമന്തേ, രമിക്കുന്നു. അമൂൻ, ഇവരെ, അങ്ങനെയുള്ള ഇവരെ. ധന്യാൻ മന്യേ, ധന്യന്മാരായിട്ട് ഞാൻ. മന്യേ, കരുതുന്നു, ഞാൻ വിചാരിക്കുന്നു. അവരാണ് ധന്യന്മാരെന്ന് ഞാൻ വിചാരിക്കുന്നു. സമധിഗത സർവാഭിലഷിതാൻ. സമധിഗത, അധിഗതമായ, കൈവന്ന, ലഭിച്ച എന്നൊക്കെ അർത്ഥം. എന്ത് ലഭിച്ചത്? സമധിഗത സർവ അഭിലഷിതാൻ, സർവ അഭിലാഷങ്ങളും കൈവന്നവരായിട്ട്, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം കൈവന്നവരായ ധന്യാൻ, ധന്യന്മാരായിട്ട്. അമൂൻ, ഇവരെ. അഹം മന്യേ, ഞാൻ വിചാരിക്കുന്നു എന്ന്. അന്വയക്രമത്തിൽ അർത്ഥം നോക്കാം. ഹേ വരദ, ഭക്തർക്ക് അഭീഷ്ടവരങ്ങൾ ദാനം ചെയ്യുന്നവനെ. തേ, നിന്റെ, അങ്ങയുടെ. നാമാനി, നാമങ്ങൾ. പഠന്തഃ, ചൊല്ലുന്നവരും. രൂപം സ്മരന്തഃ, രൂപത്തെ, സ്വരൂപത്തെ ധ്യാനിക്കുന്നവരും. ഗുണകഥാഹ കഥയന്തഃ, ഗുണങ്ങളും കഥകളും പറയുന്നവരും ആയ. പ്രമദഭരസിന്ധൗ നിപതിതാഹ, പരമാനന്ദ സമുദ്രത്തിൽ മുങ്ങിയവരുമായിട്ട്. ചരന്തഃ, സഞ്ചരിക്കുന്നവരായ. യേ ഭക്താഹ, യാതൊരു ഭക്തന്മാരാണോ. ത്വയി രമന്തേ ഖലു, നിന്നിൽ, അങ്ങയിൽ രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമൂൻ, അവരെ. അഹം, ഞാൻ. പരം, സമധിഗത സർവാഭിലഷിതാൻ ധന്യാൻ മന്യേ, സകല ആഗ്രഹങ്ങളും കൈവന്ന ധന്യന്മാരായിട്ട് കണക്കാക്കുന്നു. അല്ലയോ സർവാഭീഷ്ടവരദായകനായിരിക്കുന്ന ഭഗവാനെ. വരദ, വരദ, വരം ദാനം ചെയ്യുന്നവനെ. ഏതു വരങ്ങളൊക്കെയാ? സർവ അഭീഷ്ടദായകനായിരിക്കുന്ന, എല്ലാ ആഗ്രഹങ്ങളും കൊടുക്കുന്നവനായ ഭഗവാനെ. യാതൊരു ഭക്തന്മാർ അങ്ങയുടെ നാമങ്ങളെ ഉച്ചരിച്ചും ഭഗവത് സ്വരൂപത്തെ സദാസമയവും സ്മരിച്ചും അതിനാൽ തന്നെ അനന്താനന്ദ സാഗരത്തിൽ ഹർഷാശ്രുഭരിതരായി പതിച്ചും അങ്ങയുടെ അത്ഭുത കഥകളെ അന്യോന്യം പറഞ്ഞും. ഗൃഹാപേക്ഷ കൂടാതെ, വീട് വേണമെന്നൊന്നുമില്ല, അവർക്ക് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമില്ല.
ഗ്രഹാപേക്ഷ കൂടാതെ സഞ്ചരിച്ചും ഈശ്വരനായിരിക്കുന്ന അങ്ങയിൽ തന്നെ അതിപ്രേമത്തോടുകൂടി രമിക്കുന്നുവോ അവരെ മഹാഭാഗ്യവാന്മാരെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങയുടെ പാദാരവിന്ദത്തിന് ധർമ്മ അർത്ഥ കാമ മോക്ഷാദി സകല പുരുഷാർത്ഥ സ്വരൂപം ഉള്ളതിനാൽ അതിനെ പ്രാപിച്ച ഭക്തർ മറ്റു യാതൊന്നിനെയും ആശ്രയിക്കുന്നതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നുകൊണ്ട് ചൊല്ലാം. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താഃ ത്വയി ഖലു രമന്തെ പരമമോൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. രണ്ടാമത്തെ ശ്ലോകം ഒന്ന് ചൊല്ലാം. ഗദക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം ഭവൽപാദാംഭോജസ്മരണരസികോ നാമനിവഹാൻ അഹം ഗായം ഗായം കുഹചന വിവത്സ്യാമി വിജനേ. ഒരു വട്ടം കൂടി ചൊല്ലാം. ഗദക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി ബത വിഷ്ണോ കുരുദയാം ഭവൽപാദാംഭോജസ്മരണരസികോ നാമനിവഹാൻ അഹം ഗായം ഗായം കുഹചന വിവത്സ്യാമി വിജനേ. പദച്ഛേദം. ഗദക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേ അപി അനാസക്തം. ചരണസേവാരസഭരേ അപി അനാസക്തം ചരണസേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി ബത വിഷ്ണോ കുരു ദയാം ഭവൽപാദാംഭോജസ്മരണരസികഃ നാമനിവഹാൻ അഹം ഗായം ഗായം കുഹചന വിവത്സ്യാമി വിജനേ. ഓരോരോ വാക്കിൻ്റെ അർത്ഥം പറയാം. ഗദക്ലിഷ്ടം. ഗദ എന്ന് വെച്ചാൽ രോഗം എന്നർത്ഥം. ഗദഹ രോഗഹ. ഗദക്ലിഷ്ടം രോഗം കൊണ്ട്. ക്ലിഷ്ടം ക്ലേശിച്ച. ഗദക്ലിഷ്ടം രോഗം കൊണ്ട് ക്ലേശിച്ച വിഷമിക്കുന്ന. ഞാനിപ്പോൾ ആകെ രോഗം കൊണ്ട് വിഷമിച്ചിരിക്കുകയാണ് അല്ലേ. കഷ്ടം കഷ്ടമാണ് എൻ്റെ കാര്യം. രോഗങ്ങൾ കൊണ്ട് ക്ലേശിച്ച് എന്ന് വെച്ചാൽ രോഗം വന്നിട്ട് വാതരോഗം വന്നിട്ട് വേദന അനുഭവിച്ച് കഷ്ടത്തിലായ എന്നർത്ഥം. ഗദക്ലിഷ്ടം കഷ്ടം തവ നിന്റെ അങ്ങയുടെ ചരണസേവാരസഭരേ ചരണസേവ ചെയ്യുന്നതിൽ പാദസേവ ചെയ്യുന്നതിനുള്ള രസം അതിൽ അഭി പോലും അങ്ങയുടെ പാദസേവ ചെയ്യുന്നതിലുള്ള രസം അനുഭവിക്കുന്നതിൽ പോലും അനാസക്തം ആസക്തിയില്ലാത്തതാണ് ചിത്തം എൻ്റെ മനസ്സിപ്പോൾ. അങ്ങയുടെ പാദസേവ ചെയ്യുന്നതിലുള്ള ആനന്ദം സന്തോഷത്തിൽ പോലും ആസക്തിയില്ല, ആഗ്രഹമില്ലാത്തതാണ് ചിത്തം എൻ്റെ മനസ്സ്. ബദ കഷ്ടം തന്നെ വിഷ്ണു. ഭയങ്കര വേദനയാണ് കേട്ടോ. മൂന്നാമത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്കും മേൽപ്പത്തൂരിന് വേദന സഹിക്കാൻ വയ്യാണ്ടായിട്ടുണ്ട്. ഒന്നാം ദിവസം ഭഗവാന്റെ മഹാത്മ്യങ്ങൾ വിവരിച്ചു. രണ്ടാമത്തെ ദിവസം ഭഗവാന്റെ സ്വരൂപം വർണ്ണിച്ചു. മൂന്നാം ദിവസമായപ്പോഴേക്കും വാതരോഗം മൂർച്ഛിച്ചു. വേദനയോട് വേദനയാണ്. അപ്പം പറയാണ് ഗദക്ലിഷ്ടം കഷ്ടം രോഗം കൊണ്ട് ക്ലേശിക്കുന്ന കഷ്ടത്തിലായ അതും
തവ ചരണസേവാരസഭരേ അഭി അനാസക്തം. അങ്ങയുടെ ചരണസേവ ചെയ്യുന്നതിലുള്ള രസത്തിൽ പോലും ആസക്തിയില്ലാത്തതായിട്ട് തീർന്നു ചിത്തം, എൻ്റെ ചിത്തം. ഭവതി ച ആകുന്നു, എൻ്റെ മനസ്സാകുന്നു. ബദ കഷ്ടം തന്നെ. വിഷ്ണു ഭഗവാനെ, സർവശക്തനായ ഭഗവാനെ, കുരു ദയാം, ദയാം കുരു, ദയ ചെയ്യണേ, കരുണ ചെയ്യണേ. ഭവൽ പാദാംഭോജസ്മരണരസിക. അങ്ങെന്നോട് കരുണ ചെയ്താൽ എന്താ ചെയ്യാൻ പറ്റുക എനിക്കെന്നറിയോ? ഭവൽ പാദാംഭോജസ്മരണരസിക. അങ്ങയുടെ ഭവാന്റെ പാദാംഭോജങ്ങളിലുള്ള സ്മരണയിൽ, അങ്ങയുടെ പാദപത്മങ്ങളിലുള്ള സ്മരണയിൽ, ധ്യാനത്തിൽ രസികനായിട്ട് രസിച്ച് ഞാൻ അങ്ങനെ നാമനിവഹങ്ങളെ, അങ്ങയുടെ നാമങ്ങളെ, അങ്ങയുടെ നാമങ്ങളുടെ കൂട്ടം നടത്താം. നാമനിവഹാൻ, അങ്ങയുടെ നാമസമൂഹങ്ങളെ അങ്ങനെ ഞാൻ ഗായം പാടിപ്പാടി കുഹജന എവിടെയെങ്കിലും വിവത്സ്യാമി വസിക്കാം. വിജനേ, ആരുമില്ലാത്തൊരു സ്ഥലത്ത്, വിജനമായ ഒരു സ്ഥലത്ത് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ഞാൻ അങ്ങയുടെ നാമങ്ങളും പാടി അങ്ങനെ ഇരുന്നു കൊള്ളാം, വസിച്ചു കൊള്ളാം എന്നാണ് പറയണത് കേട്ടോ. നോക്കൂ, ഗതക്ലിഷ്ടം കഷ്ടം ചിത്തം. രോഗങ്ങൾ കൊണ്ട് ക്ലേശിച്ച് വേദനയനുഭവിച്ച് കഷ്ടത്തിലായ എൻ്റെ മനസ്സ്. തവ, നിൻ്റെ, അങ്ങയുടെ ചരണസേവാരസഭരെ അഭി, തൃക്കാൽ സേവിച്ച് ഭജിച്ച് പരമാനന്ദം അനുഭവിക്കാൻ പോലും അനാസക്തം ഭവതി, ആസക്തിയില്ലാത്തതായിത്തീരുന്നു. ബദ കഷ്ടം. വിഷ്ണു, അല്ലയോ വിഷ്ണു ഗുരുവായൂരപ്പ, ദയാം കുരു, ദയവ് ചെയ്യണേ, കരുണ ചെയ്യണേ. അഹം, ഞാൻ, ഭവൽ പാദാംഭോജസ്മരണരസിക, അങ്ങയുടെ പാദപത്മങ്ങളെ ധ്യാനിക്കുന്നതിൽ രസിച്ചവനായിട്ട്. നാമനിവഹാൻ, നാമജാലങ്ങളെ, തിരുനാമങ്ങളെ ഗായം പാടി കുഹജന എവിടെയെങ്കിലും വിജനേ, വിജനമായ സ്ഥലത്ത് പോയി വിവത്സ്യാമി വസിക്കാം. എവിടെയെങ്കിലും ഇരുന്നിട്ട് ഞാൻ അങ്ങയുടെ പാദങ്ങളെ ധ്യാനിച്ച് അതിൽ രസം അനുഭവിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്നോളാം. എന്നിൽ ദയവ് ചെയ്യണേ ഭഗവാനേ ഗുരുവായൂരപ്പ എന്നാണ് പറയണത്. ഒന്നുകൊണ്ടും ചൊല്ലാം നമുക്ക്. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി. ബദ വിഷ്ണോ കുരുദയാം. ഭവൽ പാദാംഭോജസ്മരണരസികോ നാമനിവഹാൻ. അഹം ഗായം കുഹചന വിവത്സ്യാമി വിജനേ. ഇപ്പോൾ ഈ 2 ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 40 വേദന അനുഭവിച്ചുകൊണ്ട് ഭഗവാനോട് അപേക്ഷിക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.